dear friends, welcome back to Shami's Karvalt. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉഗ്ര ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആര് വീട്ടിൽ വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. വാരിട്ടാൽ തന്നെ നമുക്ക് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഈ പലഹാരം നമുക്ക് വേഗം എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 8 സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഏത് ബ്രെഡ് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു പൊടിക്കുന്ന ജാർ എടുക്കുക. ഡ്രൈ ആയിട്ടുള്ള ജാർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് ആയിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല ഒരുമിച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനും പാടില്ല. പകുതി ആദ്യം 4 ബ്രെഡ് പൊടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് പൊടിഞ്ഞിട്ടില്ല. അപ്പൊ 4 ബ്രെഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ 4 ബ്രെഡ് പൊടിച്ച് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ റവയും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ബ്രെഡ് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. അപ്പൊ ഇതാ നല്ലോണം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ബ്രെഡ് പൊടിച്ചത് ഈർപ്പൊന്നുമില്ലാത്ത ഒരു ബൗളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ പൊടിച്ച ബ്രെഡ് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി 4 ബ്രെഡും കൂടെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ ആ ബ്രെഡ് മുഴുവനും പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ അതാ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് നേരത്തെ ബ്രെഡ് പൊടിച്ച് മാറ്റി വെച്ച ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡ് എത്ര അളവുണ്ടെന്ന് നമുക്ക് അളന്ന് നോക്കാം. എന്നാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡ് എത്രയാണെന്ന് നമുക്ക് അളന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന്റെ അളവാണ്. അപ്പൊ നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത്, നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന കപ്പുണ്ടല്ലോ, അത് എടുത്താലും മതി. അതിനനുസരിച്ച് മാത്രം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 1 കപ്പ് ഇതാ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പ് അളക്കാം. അപ്പൊ രണ്ടാമത്തെ കപ്പ് എടുത്തു. അപ്പൊ എനിക്കിപ്പം കറക്റ്റ് ഇതാ 3 കപ്പാണ് കിട്ടിയിട്ടുള്ളത്. ബ്രെഡ് പൊടിച്ചത് 3 കപ്പും നമ്മൾ അതിന്റെ കൂടെ എത്ര ടേബിൾ സ്പൂൺ റവ ചേർത്തു? 3 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി കുറച്ച് കറികൾ ഉണ്ടായിരുന്നു, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് 250 ml കപ്പിന്റെ അളവിന് 3 കപ്പ് അളവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ എന്താ ചേർക്കാൻ പോകുന്നത്? തേങ്ങയാണ്, പച്ച തേങ്ങയാണ്. അത് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ദാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ളത് 3 പ്രാവശ്യം പൾസ് ചെയ്താണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഒരുപാട് അങ്ങ് ഒരേ സ്പീഡിലിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല, എന്നാൽ ഇതിൽ നിന്നും എണ്ണമയം വരും. അപ്പൊ നമുക്കിതും മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഏകദേശം 2.5 കപ്പ് പാലാണ് എടുക്കാനുള്ളത്. അപ്പൊ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് രണ്ടാമത്തെ കപ്പ് പാൽ ഒഴിച്ചു. അപ്പൊ 1/2 കപ്പ് പാലും കൂടെ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ പാലും ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. 2 കപ്പ് പാലെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ മുഴുവൻ പാലിൽ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ പാല് ഒന്ന് തിളച്ച് വരണം. നമുക്ക് ഈ പാലൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പൊ ആ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി പാല് ചെറുതായിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ച പാല് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരട്ടെ. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. നെയ്യ് ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്യൂ, 1 ടേബിൾ സ്പൂൺ കാഷ്യൂ ഞാൻ ചെറുതായിട്ട് മുറിച്ചാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഇല്ല എങ്കിലും നമ്മളെ ഈ പലഹാരത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബൗളിലോട്ട് ഉടനെ തന്നെ നമുക്ക് മാറ്റാം. റോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഒന്ന് നെയ്യിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച തേങ്ങയാണ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് 2-3 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരേ സ്പീഡിലിട്ട് അടിക്കാൻ പാടില്ല, എന്നാൽ അങ്ങ് പൊടിഞ്ഞ് എണ്ണമയമായി പോകും. അതുകൊണ്ട് പൾസ് ചെയ്ത് വേണം പൊടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങ 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല, ഒരു 3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കറക്റ്റ് മധുരം, പാകത്തിനുള്ള മധുരമാണ്. ഇപ്പോൾ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി തേങ്ങയും പഞ്ചസാരയും ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും എന്നാ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ബ്രെഡിന്റെ മിക്സ് ഇതിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ആദ്യം കുറേശ്ശെ വേണം ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ആദ്യം കുറച്ച് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി മിക്സും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കണം. പാനിൽ നിന്ന് നമുക്ക് വിട്ട് വരണം, ആ രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കൈ വിട്ടിട്ട് ഒരിടത്തും പോകാൻ പാടില്ല, എന്നാൽ ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞില്ലാതായി പോവും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് ഒരുപാട് താമസമൊന്നുമില്ല. നമ്മൾ റവയും കൂടെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പൊ റവ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പം പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുത്തത്. അല്ലാതെ ബ്രെഡ് മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പൊ എന്താ എല്ലാം നല്ലോണം യോജിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേഗം പണി തീർക്കാൻ വേണ്ടി ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇളക്കിയെടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഹൽവ ഒക്കെ കിട്ടാൻ നേരത്ത് ഫ്ലെയിം കൂട്ടിയിട്ടിട്ടാണല്ലോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ബ്രെഡ് ആയതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇത് ഇളക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് താമസമൊന്നുമില്ല, പെട്ടെന്നായി കിട്ടും. ഇപ്പം ഫ്രിഡ്ജിൽ ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. ഇപ്പൊ ബ്രെഡ് കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഒരിക്കലും തോന്നുകയില്ല. നമ്മൾ ബ്രെഡും ജാമും ഒക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് രാവിലെ ആയാലും വൈകുന്നേരത്തായാലും ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പാലിട്ടാൽ തന്നെ ഇത് അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ്. ഇതിന്റെ പരുവെന്ന് പറയുന്നത് നമ്മുടെ പാനിൽ നിന്ന് നമുക്ക് വിട്ട് വരണം, ഒരു ബോൾ പോലെ നമുക്ക് ഉരുണ്ട് വരണം. എന്നാൽ മാത്രമേ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ എന്തിനാണെന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ആ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ടപ്പോൾ. നിങ്ങളുടെ കയ്യിൽ കറുത്ത കിസ്മിസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഏത് കിസ്മിസ്, ഗോൾഡൻ കളർ കിസ്മിസ് എടുത്താലും മതി. കിസ്മിസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇതായി വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും. സിമ്പിളാണ്. ബ്രെഡൊന്ന് പൊടിക്കുക, നമുക്ക് പാലൊഴിച്ച് മാറ്റി വയ്ക്കുക, ഇതുപോലെ കിണ്ടി എടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പൊ തന്നെ ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ അത് ഏകദേശം വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 8 ബ്രെഡ് ആവശ്യമില്ല എങ്കിൽ 4 ബ്രെഡ് എടുത്തിട്ട് ചെയ്താലും മതി. അപ്പൊ അതിനനുസരിച്ച് പകുതി സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്ത സമയത്ത് 1/2 കപ്പ് പഞ്ചസാര എടുക്കാം.
അതുപോലെ പാലിന്റെ അളവ് 1/2 ലിറ്ററിൽ നിന്നും പകുതി പാലെടുക്കുക. ബ്രെഡ് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കപ്പാണല്ലോ കിട്ടുക, അതിൽ നിന്നും 1.5 കപ്പ് എടുക്കുക. അതുപോലെ തന്നെ തേങ്ങയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുക്കുക. എല്ലാം പകുതി എടുത്താൽ മതി. അപ്പൊ അതായി വന്നിട്ടുണ്ട്. ഒരു മിനിറ്റും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ബ്രെഡിന്റെ ആ കുത്തലൊന്നും ആ ടേസ്റ്റ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് നെയ്യിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നെയ്യും കൂടെ ഒഴിച്ചപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അവസാനമായിട്ട് 1 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഏലക്കാപ്പൊടി സാധാരണ നമ്മൾ പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഏലക്ക ആണെന്നുണ്ടെങ്കിൽ 3 ഏലക്ക തള്ളിയിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ പഞ്ചസാരയും കൂടി ചേർന്ന് പൊടിച്ചിട്ട് ഉള്ളത് കൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല അടിപൊളി കിട്ടില്ല മണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആയിട്ടുണ്ട്. ഇനി ഈ ഏലക്ക പൊടിയും കൂടെ നമുക്കൊന്ന് യോജിച്ച് ഇതിലോട്ട് വരാനുണ്ട്. പാനിൽ നിന്ന് നമുക്ക് വിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ബോള് പോലെ ഉരുണ്ടതാ, കണ്ടോ? ഇതുപോലെ ആയി വരണം. ഇതാണ് ഇതിന്റെ പാകം. ഈ സമയത്ത് കളറൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. അതല്ല നിങ്ങളുടെ കയ്യിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു 2 പിഞ്ച് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ കളറൊന്നും തന്നെ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിനേക്കാളും നല്ല ടേസ്റ്റുമാണ്. അപ്പൊ കണ്ടോ, അടിയിൽ ഇങ്ങനെ മൊരിഞ്ഞു വരുന്നുണ്ടോ? ഇതാണ് ഇതിന്റെ പാകം. നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നെയ്യ് തടവിയ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പൊ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ചോറൊക്കെ കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും കാണും. അപ്പൊ അത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കട്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് ടിന്നൊക്കെ കാണുമല്ലോ, അപ്പൊ അതില് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ സാധാരണ നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താണ്, നമ്മുടെ ചോറൊക്കെ കഴിക്കുന്ന പാത്രമാണ്. അപ്പൊ അതിലൊന്ന് ഞാൻ നല്ലോണം നെയ്യ് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് നല്ല തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് കവർ ചെയ്ത് നല്ലോണം ലെവൽ ചെയ്തെടുക്കുക. കുറച്ചും കൂടെ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഭാഗം വിട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് മുറിക്കാനും എളുപ്പം ഉണ്ടാവും. അപ്പൊ ഞാനിവിടെ കുറച്ച് വിട്ടിട്ടാണ് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മുറിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ കുറച്ച് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. നമ്മൾ ഇതെല്ലാം ചൂടോടുകൂടെ തന്നെ അപ്പം തന്നെ ചെയ്തെടുക്കണം. കുറച്ച് താമസിക്കാൻ ഒട്ടും തന്നെ പാടില്ല. അപ്പൊ നല്ലോണം പ്രസ് ചെയ്ത് വേണം നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഞാൻ എല്ലാം ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ചെയ്യുക, എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ കണ്ടല്ലോ, കുറച്ച് സ്പേസ് ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മുഴുവനും അങ്ങ് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി നല്ലോണം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ തണുത്ത് വരണം. അപ്പൊ റൂം ടെമ്പറേച്ചറിൽ നിന്ന് നല്ലോണം ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു പീസ് നമുക്ക് എടുക്കാം. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പിസ്ത ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അപ്പം ഇതൊന്ന് നമുക്ക് മുറിച്ച് കാണിച്ചു തരാം ഞാൻ എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാൻ നല്ല വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും, അത്ര നല്ല ടേസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പൊ മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്